നമസ്കാരം. മനുഷ്യർ മരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ രാഷ്ട്രീയം പറയരുത് എന്നുള്ളത് അടിസ്ഥാന മര്യാദ മാത്രമല്ല, ധാർമ്മികതയും നന്മയും അതാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയ വാഗ്വാദവും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് വയനാട് ദുരന്തത്തെക്കുറിച്ച്. അതിൻ്റെ ഇരുപക്ഷങ്ങളും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആരെയും കുറ്റം പറയാനോ ആരെങ്കിലും ശരിയെന്നോ തെറ്റെന്നോ പറയാനോ അല്ല, നമ്മളെന്ന ജനതയുടെ ഫെയിലിയറാണ് കണ്ടത്. പക്ഷേ ശ്രീ അമിത്ഷായും ശ്രീ പിണറായി വിജയനും രണ്ട് നിലപാടുകൾ പറയുന്നുണ്ട്. ആ നിലപാടുകൾ എന്താണെന്ന് അറിയാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അത് പിണറായി വിജയനെയോ അമിത്ഷായോ ഇഷ്ടമുള്ളതുകൊണ്ടോ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ല, നമ്മുടെ എല്ലാം ജീവിതത്തെ അത് ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ്. ശ്രീ അമിത്ഷാ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ജൂലൈ 18 തന്നെ ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നു, കേരളത്തിന്റെ വെസ്റ്റേൺ കോസ്റ്റിൽ എബവ് നോർമൽ റെയിൻഫോൾ ഉണ്ടാകും എന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ജൂലൈ 23 തന്നെ 8 ടീംസ് ഓഫ് NDRF അവരെ അയച്ചിരുന്നു. ജൂലൈ 25 ഹെവി റെയിൻ ഉണ്ടെന്ന ഫോർകാസ്റ്റ് ഉണ്ടാകുമായിരുന്നു എന്നാണ് ശ്രീ അമിത്ഷാ പറഞ്ഞത്. വേണ്ട രീതിയിൽ സംസ്ഥാന സർക്കാർ അതിന് നടപടി എടുത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും വല്ല ആക്ഷൻ ഉണ്ടായോ, ആൾക്കാരെ മാറ്റി പാർപ്പിക്കാൻ ഉള്ള നീക്കങ്ങളുണ്ടായോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ പോയോ, മാറി താമസിക്കണോ, റിലീഫ് ക്യാമ്പുകളിലേക്ക് താമസിക്കണോ എന്ന കാര്യം പോയോ? കാര്യം ഇത് വളരെ സീരിയസ് ആണ്. 200 പേര് മരിച്ച ഒരു കാര്യമാണ്. ഇനിയും പിമ്പോട്ട് പോയി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇങ്ങനൊരു പോയിന്റ് ഉണ്ടോ? അവിടെയാണ് ശ്രീ പിണറായി വിജയന്റെ മറുപടി വന്നിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ അദ്ദേഹം പറയുന്നുണ്ട്, IMDയുടെ വാർണിംഗ് ഉണ്ടായിരുന്നു, എന്നാൽ റെഡ് അലേർട്ട് അടക്കമുള്ള ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. ആ ജില്ലയിൽ 500 മില്ലിമീറ്ററോളം റെയിൻഫോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഓറഞ്ച് അലേർട്ട് മാത്രമാണ് അതിൽ ഇഷ്യൂ ചെയ്തത്, അതിനപ്പുറമുള്ള കാര്യങ്ങൾ വന്നിരുന്നില്ല. IMD, അതായത് ഇന്ത്യൻ മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, IMD ഒരു ഓറഞ്ച് അലേർട്ട് മാത്രമാണ് വയനാട് ഡിസ്ട്രിക്റ്റിന് ലാൻഡ് സ്ലൈഡിന് മുമ്പ് കൊടുത്തത് എന്നുള്ളതാണ് ശ്രീ പിണറായി വിജയന്റെ മറുപടി. ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്, റെഡ് അലേർട്ട് ഇഷ്യൂ ചെയ്തത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ട്യൂസ്ഡേക്ക് മുമ്പ് മാത്രമാണ്. അപ്പൊ അവിടെയാണ് ഈ ബ്ലെയിം ഗെയിമിന് യാതൊരു അർത്ഥവുമില്ല. കാരണം എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. അവിടെയാണ് ഏകദേശം 1592 ആൾക്കാരെ രക്ഷിക്കാൻ കഴിഞ്ഞു. 82 റിലീഫ് ക്യാമ്പുകൾ സെറ്റ് ചെയ്തു. അതിൽ 2017ഓളം ആൾക്കാരുണ്ട്. ഇപ്പോൾ 132 എക്സ്ട്രാ ആർമി പേഴ്സണൽ അടക്കം ഈ സപ്പോർട്ടിനെ എയ്ഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള, പ്രത്യേകിച്ച് ഒരു BJP CPM രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ഒരു അവസരമേ അല്ല. രണ്ടുപേരും പറയുന്ന വാദഗതികൾ നമ്മൾ കേൾക്കണം, രണ്ടുപേരും പറയുന്ന വാദഗതികൾ നമ്മൾ പഠിക്കണം. ആ ഏർലി വാർണിംഗ്സ് 23-ാം തീയതി, അതായത് ഏകദേശം ഒരാഴ്ച മുമ്പ് ആ ഏർലി വാർണിംഗ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ ഏർലി വാർണിംഗ്സ് എത്രമാത്രം കൃത്യമായി കൊടുത്തു തുടങ്ങിയ കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് എന്തായാലും ഇതൊരു ബ്ലെയിം ഗെയിമിന്റെ യാതൊരു പോസിബിലിറ്റിയും ഇല്ല. പക്ഷേ ശ്രീ പിണറായി വിജയനും അമിത്ഷായും പറയുന്ന വാദഗതികൾ നമ്മൾ കേൾക്കുകയും ഇത് നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ പരിഗണിക്കാൻ ഉള്ളൊരു കാര്യവുമായി മാറട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ പരിഗണിക്കുകയും മറ്റും വേണം. കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറകളെ അത് വീണ്ടും ബാധിക്കും. അതുകൊണ്ട് ഇതിൽ അമിത്ഷായും പിണറായി വിജയനും ശരിയോ തെറ്റോ അല്ല, നമ്മളെന്ന രാജ്യത്തിൻ്റെ പരാജയമാണ്. വേണ്ട രീതിയിൽ മുന്നൊരുക്കങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല, വാർണിംഗ്സ് നൽകാൻ കഴിഞ്ഞില്ല. കൂടുതൽ സജ്ജമാകട്ടെ നമ്മുടെ വാർണിംഗ് മെക്കാനിസംസ്, കൂടുതൽ സജ്ജമാകട്ടെ നമ്മുടെ റെസ്പോൺസ് മെക്കാനിസം. അതിലൂടെ മെച്ചമായി മുമ്പോട്ട് പോവുക മാത്രമാണ് വഴി. ഏതെങ്കിലും രീതിയിൽ നമ്മൾ ബ്ലെയിം ഗെയിം നടത്തുന്നതും പരസ്പരം പഴിചാരുന്നതും മരിച്ചവരെ അനാദരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇതിൽ കോൺഗ്രസ്, BJP, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമില്ല. മനുഷ്യന്റെ മരണത്തിന്റെ യാഥാർത്ഥ്യം മാത്രമാണ്. ഒരു നിമിഷം നമ്മളോ നമ്മുടെ കുടുംബങ്ങളോ ആണ്, എനിക്കത് പറയുമ്പോൾ തന്നെ വിഷമം വരും, നമ്മളോ നമ്മുടെ കുടുംബങ്ങളോ ആണ് ആ ഉരുൾപൊട്ടലിൽ പെട്ടുപോയതെങ്കിലോ, അല്ലെങ്കിൽ ഈ വെള്ളം ഉരുൾപൊട്ടൽ വരുന്നത് പേടിച്ച് നിൽക്കുന്നവരെന്നോ ചിന്തിക്കുക. ബെറ്ററായിട്ട് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക. ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല, നമ്മുടെ ഭാവിയുടെയും പരിസ്ഥിതിയുടെയും ഭൂമിയുടെയും പ്രശ്നമാണെന്ന് തിരിച്ചറിവുണ്ടാകും. നമസ്കാരം.